മുക്കുമിന്റെ അപ്പം വന്ന് കിടക്കുന്നത് എന്ന് വെച്ചാൽ അവളാ കിടക്കുന്നതെന്നുള്ളതാ ഡ്രാമ. എന്തെല്ലാം ഡ്രാമ ആയതെന്ന് വെച്ചാൽ ഏതോ എന്തുവാ മുനീർക്കയുടെ ആ ശുഭ്രാൻ കോംപ്ലക്സിലൊരു 106 അവൾ ഉണ്ടായിരുന്നു. അവള് തുണിയില്ലാതെ നടക്കുന്നവള്. അവളാ മുക്കുമിന്റെ കൂടെ കിടക്കുന്നതിനുള്ള രീതിയിലാ മുക്കുമിന്റെ മുക്കുമിന്റെ അച്ഛൻ വന്ന് മുക്കുമിന്റെ കൂടെ കിടക്കുക. മനസ്സിലായില്ലേ രാത്രിയിൽ? പുതിയ ഇതുവരെ ഇല്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴായിരുന്നു അങ്ങനെ കിടപ്പ് തുടങ്ങിയത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കിടപ്പ് തുടങ്ങി. കിടപ്പ് തുടങ്ങിയിട്ട് കഥ ഉണ്ടാക്കുന്നത് മുക്കുമിന്റെ കൂടെ മുക്കുമും അവളും കൂടെ കിടക്കുന്ന ഇവിടെ എഡിറ്റ് ക്യാമറയിൽ ഇങ്ങനെയൊക്കെയാണ് കഥകൾ ഉണ്ടാക്കുന്നത്. ഡ്രാമകൾ. നാണോ മാനമില്ലാത്ത കഥകൾ. മുക്കുമിന് പൊട്ടന. മുക്കുമിനൊന്നും അറിയത്തില്ല. മുക്കുമിന്റെ അച്ഛനല്ലേ കൂടെ വന്ന് കിടക്കുന്നത്. മുക്കും കാണുന്ന മുക്കുമിന്റെ അച്ഛനേ ഇല്ല കൂടെ. ഞാൻ എന്നെയും കാണിക്കുന്ന അച്ഛനാ കിടക്കുന്നത്. ഇതൊക്കെയാ ഡ്രാമകൾ. ഇപ്പൊ മുക്കുമിന്റെ അമ്മയ്ക്ക് ഇപ്പം അഭിനയിക്കുന്നത് ഇതൊരു കഴിച്ചിയ പെൺപിള്ളയാണ്. ഇതുപോലെ അവളത്രയുണ്ട്. ഇല്ലില്ല, ഞാൻ പുതിയ അറിവായിതൊക്കെ. ഞാനും നിങ്ങളുടെ അച്ഛൻ ഈ ഇടയ്ക്ക് മാത്രം എന്തുവാ ലീവിന് വന്നാൽ നിങ്ങളുടെ അമ്മയോടല്ലേ കിടക്കണ്ടേ? അങ്ങനെ കിടക്കാതെ മുക്കുമിന്റെ കൂടെ കിടക്കുന്നത് എന്തുവാ? ആണോ ഇല്ലല്ലോ തണുപ്പായതുകൊണ്ട് ആ മുറിക്കപ്പോ ഞാൻ ചോദിച്ചത് വേറെ ആർക്കും ഇല്ലാത്ത തണുപ്പാണ് അവിടെ. നിങ്ങളുടെ അമ്മയൊക്കെ കിടക്കുന്നല്ലോ അതിനകത്ത്. തണുപ്പായതുകൊണ്ട് തണുക്കുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് കിടക്കുന്നത് ഇതിനകത്ത്. മുക്കുമിനോട് എങ്ങനെ പറയുന്നത്? തണുപ്പാ മുറിക്കപ്പോ അതുകൊണ്ട് കിടക്കുന്നത്. വയസ്സ് ഒത്തിരി ഉണ്ട്. ഇവർക്കൊക്കെ കള്ളപ്പെട്ടിരിക്കുന്നതാണല്ലോ. പിന്നെ അതുപോലെ എന്തുവാ മേജറാണ് എന്നൊക്കെ ഓരോരുത്തരെ പറയുന്നത്. കണ്ടാലറിയാം കണ്ടുപിടിക്കാത്ത ഏതാണ്ട് എന്തുവാ ആർമിയിലെ അവരുടെ ഏറ്റവും താഴേക്കടയിലുള്ള ജോലിയൊക്കെ നടക്കുന്നത് നമ്മൾ. അതൊക്കെ കാണണം. ആർക്കാ ഒന്നും അറിയത്തില്ല. അയാൾ മേജറൊന്നുമല്ല. അയാള് എന്തുവാ CSIS അതിലെങ്ങാണ്ട് ഏതാണ് ജോലിക്കാരൻ. എന്നാ മുക്കുമിനോട് പറയുന്നതല്ലേ മുക്കുമിനെ അറിയത്തുള്ളൂ. അയ്യോ, മുക്കുമിനോട് പറയുന്നതല്ലേ മുക്കുമിനെ അറിയത്തുള്ളൂ. അല്ലാതെ വല്ല മുക്കുമിനറിയാമോ? ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരാമിലിറ്ററി അല്ലയോ? പാരാമിലിറ്ററി അതങ്ങനെ ജോലി. ഈ നമ്മുടെ അവിടെ NTPC ഒക്കെ ഇല്ലയോ? അവിടുത്തെ സെക്യൂരിറ്റി പാരാമിലിറ്ററി ആയിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങളുടെ അങ്ങനെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടില്ല. CSIS ഒന്ന് CI ഏതാണ്ട്. എന്നിട്ട് സുബേദാറായിരുന്നു. അതെനിക്കറിയാം. ഇതങ്ങനൊന്നും അല്ലെന്ന് തോന്നി. ഏതാ ഏതാ? ഭയങ്കര ഡ്രാമകളാ. അതുപോലെ എന്തുവാ മുരാരിലാൽ ദിവസം മുക്കുമിനെ വിളിച്ചിട്ട് ചോദിച്ചെന്തുവാ ഏതാണ്ട് അപ്പൊ മുക്കുമോ പറഞ്ഞ് ദീപയുടെ അമ്മയെക്കാട്ടി കൂടുതൽ എനിക്കാ ഇത് തരുന്നത്. അല്ല ഇപ്പൊ എല്ലാവരും വിളിച്ച് ചോദിക്കാൻ വേണ്ട. ഇയാൾക്കെന്തിനാ ഇതൊക്കെ അറിയുന്ന കാര്യം? വാടകയ്ക്ക് ആവശ്യം നിങ്ങളുടെ കാര്യമല്ല. മുക്കുമിനോട് വിളിച്ച് എന്നെയും മുക്കുമിന്റെ ഏതാണ്ട് കാര്യം ഏതാണ്ട് അന്നേരം എന്നിട്ട് അയാൾ എനിക്കറിയാം നിങ്ങൾ എങ്ങനെയാ നിങ്ങൾക്ക് എത്രമാത്രം ഇതുണ്ടെന്നും എല്ലാം എനിക്കറിയാം
എന്നെല്ലാം പറഞ്ഞിട്ട് ഏതാണ്ട് ഞാൻ ചോദിക്കുക നമ്മൾ താമസിക്കാൻ വരുന്ന അങ്ങേര് ഈ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന കാര്യം ഇയാൾക്ക് എന്തോ കാര്യം ഇങ്ങനെ ഇടപെടലാണ് ഇയാൾ ജോലി മുഴുവനും ഇങ്ങനെ ഫോൺ വിളിക്കുക വലിക്കുക ഭയങ്കര ഡ്രാമയായിരുന്നു എന്തായാലും ഡ്രാമയും കൊണ്ട് എന്തായാലും പരലോകം കൂട്ടി കാണാം. ആ പെണ്ണുപിള്ള താഴെ ഇവൻ ഇവിടെ മേല് വരും താമസിക്കുന്നത്. പെണ്ണുപിള്ള താഴെ ഒരു വീടുണ്ടവനാ അവിടെ ആകണ്ട പെണ്ണുപിള്ള. ആർക്കറിയാം ഇതൊക്കെ എന്തോ നോക്കായിരുന്നു എന്ന് നമുക്കറിയത്തില്ല. അതുപോലെ ഇതിന്റെ ഏതാണ്ട് ചേർത്ത് വെള്ളം വെച്ചിരിക്കുന്നത് വീഗ എന്ന് പറഞ്ഞ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്താൽ വെള്ളം തീർന്നാലും ഓട്ടോമാറ്റിക് ആയിട്ട് മോട്ടർ ഓൺ ആവും. പക്ഷെ നമ്മുടെ വെള്ളം തീർന്നാലും വെള്ളം പറ്റില്ല. പിന്നെ വിളിക്കണം എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഇവന്റെ മുറിയിലെങ്ങാണ്ട് കയറി ഏതാണ്ട് ടാങ്കിനകത്ത് വെച്ചിരുന്ന് ഏതാണ്ട് കലക്കി അടിച്ച് നമുക്ക് കഴിക്കുന്നത് നമ്മുടെ ദേഹമെല്ലാം ഇങ്ങനെ എന്തുവാ ഭയങ്കര ഡ്രൈ ആവുന്ന ഏതാണ്ടൊക്കെ സാധനങ്ങൾ നമ്മുടെ നഖം ഓടിക്കുന്ന സാധനങ്ങളെല്ലാം കലക്കി അടിച്ച വെള്ളമായി തരുന്നത്. എന്നിട്ട് കൈ നമ്മുടെ ഇതേ അതുപോലെ പാത്രം കഴുകിയാൽ നമ്മുടെ കൈയൊന്ന് പൊള്ളുന്ന രീതിയിലായിട്ട് അത് നഖം ഓടിയും അന്നേരം തന്നെ നഖം ഓടിയും എനിക്കറിയാം. അന്നേരം ഒരു ദിവസം ഇവൻ ആശുപത്രി അപ്പോ ഇതിന് മുമ്പ് ഇതുപോലെ വെള്ളം തീർന്നു പിന്നെ വിളിച്ചു പറയണം വെള്ളം തീർന്നു എന്നുള്ളത്. അതുപോലെ ഇവൻ ആശുപത്രിയിലായ ദിവസം വെള്ളം തീർന്ന് ഉച്ച മുതൽ വെള്ളം ഇല്ലാതിരിക്കുക ഉള്ള ഇച്ചിരി വെള്ളത്തില് പിന്നെ രാത്രി വെള്ളം ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ വെള്ളം വേണ്ടായോ. അതുകൊണ്ട് ഞാൻ ചെന്ന് ഇവന്റെ മോന്ന് കറന്നു വന്ന് അവന്റെ വീടുകളോട് ഞാൻ ചെന്ന് പറഞ്ഞു എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അതുപോലെ വെള്ളം ഈ അകത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ചൂടാകാനാ പറയുന്നത്. ചൂടാകാനോ ജലത്തിന്റെ മണ്ടക്കിരിക്കുന്ന വെള്ളം ഒരു ശകലം ചൂടാവത്തില്ല വെള്ളം. അതെന്തുവാ ഇന്നലെ മാത്രം വെള്ളത്തിന് ഇച്ചിരി ചൂടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ വെള്ളം ഇങ്ങനെ ഈ മുറിക്കകത്ത് കയറ്റി ഇങ്ങനെ ഇതെല്ലാം അടിച്ചു കലക്കി ഇട്ടിരിക്കുന്ന വെള്ളം ദേഹത്തെല്ലാം ഇങ്ങനെ വെളുത്ത വെളുത്ത ഇങ്ങനെ പാട പോയാണ്ട് വെളുത്ത പൊടി പോലാണ് നമ്മുടെ ദേഹത്ത് വരുന്നത്. ഇവൻ ഇതിനകത്തുനിന്ന് തരുന്നത് വെള്ളം. ബില്ലിങ്ങിന് ഓണർമാരല്ലേ പറയണ്ട വെള്ളം ഇല്ലെന്ന്. ഓണറാണ് മുറി കയറ്റി വെച്ച് എന്തോ വെള്ളത്തിനകത്ത് വെള്ളത്തെല്ലാം കലക്കിയാൽ പിന്നെല്ലാം ഓണർ അറിയാമല്ലോ ആൾക്കാർ ചെയ്യാൻ നോക്കും. ഓണറാ ഇതിന്റെ ഓണറാണ് മുറിയായിരുന്നത്. അവൻ ചത്തിപ്പോ അവന്റെ മോനാവുള്ളത്. ഇതെല്ലാം വരാം. ശരി വെക്കുക. ക്യാമറയെ കളിയും കഴിവുകൊണ്ട് നടക്കുക. ക്യാമറയെ കളി